ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് തകർന്നു എന്ന് പാടി നടക്കുന്ന മോദി ഭക്തരുടെ വായടപ്പിക്കുന്ന തരത്തിലുള്ള തരംഗം രാജ്യത്ത് ഉയർന്നു. അതിൻ്റെ തെളിവാണ് തെലങ്കാനയിലും രാജസ്ഥാനിലും കണ്ടത്. വോട്ട് കൊള്ളയിലൂടെ തകർക്കാൻ ശ്രമിച്ചാലും മുറിവിൽ നിന്നും മുളപൊട്ടി കോൺഗ്രസ് വളരുമെന്ന് തെളിയിക്കുന്നതാണ് തെലങ്കാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. സംഘപരിവാർ പരിവാരങ്ങൾ ഉയർത്തുന്ന PR വർക്കുകൾക്കിടയിലാണ് രാജ്യത്തൊരു വലിയ പ്രക്ഷോഭം ഉരുണ്ടുകൂടുന്നത്. വോട്ട് കൊള്ളയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ മുളപൊട്ടുകയാണ്. അത് ഒഴുകി പ്രക്ഷോഭത്തിൻ്റെ മഹാസാഗരമായി രാജ്യത്ത് തിരതല്ലുന്ന ഒരു ദിനം വരികയാണ്. വോട്ട് കള്ളൻ മോദി രാജ്യം വിടുക എന്ന മുദ്രാവാക്യം രാജ്യത്ത് അലയടിച്ചുയരുകയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, പുതുച്ചേരി, ആസാം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റനേക സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പ്രക്ഷോഭങ്ങൾ മോദിയെ കടപുഴക്കി മോദിയുടെ യുഗം അവസാനിപ്പിക്കും. അതിനായുള്ള മുന്നേറ്റം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നടത്തുന്ന നിർണായക നീക്കങ്ങൾ ഇതിനോടകം ത്വരിതപ്പെടുത്തി കഴിഞ്ഞു കോൺഗ്രസ്. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ മോദിയോടാണ്. തങ്ങളുടെ വോട്ടുകളും സ്വാതന്ത്ര്യവും അവകാശവും പിടിച്ചുപറിക്കുന്ന ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി എന്തിനാണ് എന്നാണ് ജനം രാജ്യത്ത് ആരവമുയർത്തി ചോദിക്കുന്നത്. ഡിസംബർ 14 ഡൽഹി രാമലീല മൈതാനി പുതിയ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുഖരിതമാവും. രാഹുൽ ഗാന്ധി യുവതയുടെ മുന്നിൽ നിന്നും നയിക്കുന്ന ഈ പ്രക്ഷോഭം രാജ്യത്തെ ഇളക്കി മറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷനും മോദിക്കുമെതിരെ ജൻസിയെ മുൻനിർത്തി നയിക്കുന്ന ആ പ്രക്ഷോഭം പുതിയ കാലത്തെ, പുതിയ ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടും. വോട്ട് കൊള്ള നടത്തി അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയതിൻ്റെ തെളിവുകൾ എണ്ണി എണ്ണി പുറത്തുവിട്ടതിൻ്റെ അലയൊലികൾ രാജ്യത്ത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയ BJP ഇപ്പോൾ അവസാനമായി ബീഹാറിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയം നേടിയപ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും തളരുമെന്നും അതിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഉന്മൂലനം സാധ്യമാകുമെന്നും പ്രതീക്ഷിച്ച മോദിക്ക് മുന്നിലേക്കാണ് പരാജയത്തിൽ നിന്നും പൊട്ടിമുളച്ച് കോൺഗ്രസ് വളർന്ന് പന്തലിക്കുന്നത്. ഇപ്പോൾ 10 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചർച്ച നടത്തിയെങ്കിൽ വരും ദിവസങ്ങളിൽ അത് രാജ്യവ്യാപകമായി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. 1-ാം തീയതി ആരംഭിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനം മോദി ഭയപ്പാടോടെയാണ് നോക്കുന്നത്. മറ്റൊന്നുമല്ല, രാജ്യം ഇപ്പോൾ നേരിടുന്ന അതിരൂക്ഷമായ ആരോപണങ്ങളിൽ മോദി പാർലമെന്റിൽ പൊള്ളുമെന്നതുകൊണ്ട് തന്നെ മോദി ഇപ്പോൾ ഭയപ്പാടിലാണ്. പാർലമെന്റിൽ മോദിയെ രാഹുൽ ഗാന്ധി വിചാരണ ചെയ്യുമ്പോൾ പുറത്ത് മോദിയെ പ്രതീകാത്മകമായി ജനം വിചാരണ ചെയ്യും. അതിന് മുന്നോടിയായാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പരാതി പാറ്റ്ന കോടതിയിലേക്ക് സമർപ്പിച്ചത്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതിനാൽ ഫലം റദ്ദാക്കണം. വോട്ടിംഗ് ശതമാനമല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതും വ്യക്തമാക്കണം. ഓരോ ബൂത്തിലെയും വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക രേഖയായ ഫോറം 20 പ്രസിദ്ധീകരിക്കാൻ കമ്മീഷന് നിർദ്ദേശം നൽകണം. ക്രമക്കേടുകൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. രാജ്യത്താകമാനം വോട്ട് കൊള്ള നടത്തി ഭരണം പിടിച്ചടക്കാനുള്ള മോദിയുടെയും സംഘത്തിൻ്റെയും നടപടികൾക്ക് ചൂട്ട് കത്തിച്ച് കാവൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്ന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ഹർജിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടികൾ വാരി വിതറാൻ ഒരു മടിയും BJP കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വോട്ട് തട്ടിപ്പ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന SIRലും വ്യാപക പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ്. അത് കാര്യക്ഷമമായി കൃത്രിമത്വമില്ലാതെ നടപ്പാക്കണമെന്നാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ജനസംഖ്യാനുപാതത്തിൽ ഏറ്റവും വലിയ ഇടിവിന് കാരണമായ SIR ആണെന്നും രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാങ്കേതിക ഗ്രൂപ്പ് കണക്കാക്കിയ സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ ജനസംഖ്യാ പ്രകാരം 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലെ 7.42 കോടി എന്ന
എണ്ണം സൂചിപ്പിക്കുന്നത് 80 ലക്ഷത്തിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് കാണാതായി എന്നാണ്. സത്യത്തിൽ BJP കൊണ്ടുവരുന്ന പുതിയ നടപടികൾ ഏതുമാവട്ടെ, അതിൻ്റെ പിന്നിൽ ഒരു ചതിയുടെ കണക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അതുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ എല്ലാ തരത്തിലും ശക്തിയുക്തം എതിർക്കുന്നത്, പിന്നീട് ശക്തമായ തെളിവുകൾ രംഗത്ത് കൊണ്ടുവരുന്നതും. എന്നാൽ പുറത്തുവിട്ട ഭീമമായ രാജ്യത്തെ തന്നെ തുരങ്കം വെക്കുന്ന സത്യങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒരക്ഷരം ഇതുവരെ ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ജനതയുടെ ഭയം ഇരട്ടിപ്പിക്കുന്നതാണ് ഈ മൗനം. കാരണം അതിലും ആ മൗനത്തിലും ഒരു ചതി മണക്കുന്നുണ്ട്, BJPയുടെ ഗൂഢചതി. എന്നും BJP പകയോടെ കാണുന്ന ജനവിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളോട് അമർഷം പൂണ്ട് പകയോടുള്ള നടപടി BJP നടത്തുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന പ്രത്യേക വിഭാഗത്തിനെ കട്ട് ചെയ്തുകൊണ്ട് ആണ് BJP നീക്കം നടത്തുന്നത്. ആ പ്രദേശങ്ങളിൽ പോലും ഇല്ലാത്ത തങ്ങൾക്ക് അനുകൂലമായ ആളുകളെ തിരികെ കയറ്റി തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ട തിരിമറികൾ നടത്തി BJP. എന്തായാലും ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളും മോദിയുടെ കാൽ കീഴിലല്ല എന്ന് വേണം കരുതാൻ. അതിനുള്ള ഉദാഹരണം ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളും കോടതികളുമാണ്. രാജ്യത്തിൻ്റെ ആകെയുള്ള പ്രതീക്ഷ ഭരണഘടനയിലൂന്നിയ നമ്മുടെ നിയമ സംവിധാനമാണ്, കൂടെ തന്നെ കോടതിയും. എന്നിരിക്കെ ഇപ്പോൾ ബീഹാർ ഫലം കോടതിയിൽ എത്തിപ്പെട്ടത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഇതൊക്കെ പാർലമെന്റിൽ ശക്തമായി ഉയർത്തി രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കും. പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. മോദിയുടെ ഭയം പോലെ തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന മോദിക്ക് വാക്കുകളില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതായി നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.